ശ്രീമാൻ MP വീരേന്ദ്രകുമാറിന്റെ അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ ജനമനസ്സുകളിൽ സ്ഥാനം നേടുക, ഒരു തവണ കണ്ടവരെ ഒരിക്കൽ കൂടി കണ്ട് വോട്ടുറപ്പാക്കുക. സ്ഥാനാർത്ഥികൾ ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് ശരവേഗം പായുകയാണ്. സ്ഥാനാർത്ഥികൾക്ക് മണ്ഡലത്തിൽ ഇത് മൂന്നാം പര്യടനമാണ്. പ്രചാരണ രംഗത്ത് വലിയ മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിച്ചുവെന്നതാണ് ഇവിടെ UDF-ന് കരുത്തു നൽകുന്നത്. പൊതുസമൂഹത്തിൽ MP വീരേന്ദ്രകുമാറുള്ള ജനസമ്മതി കൂടിയാകുമ്പോൾ കൈവിട്ട മണ്ഡലം തിരികെ പിടിക്കാമെന്നാണ് നേതൃത്വത്തിന്റെ പ്രതീക്ഷ. UDF-ന് വളരെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമാണ് ഉയർന്നു വരുന്നത് ഇവിടെ. അതാണ് ഞങ്ങളുടെ അനുഭവം. സിറ്റിംഗ് MP എന്ന നിലയിൽ പൊതുരംഗത്തെ സാന്നിധ്യത്തിനൊപ്പം മുന്നണിയിലെ ഐക്യമെന്ന ഘടകത്തിൽ ഇടതുപക്ഷം വിശ്വാസമർപ്പിക്കുന്നു. സ്ഥാനാർത്ഥി പര്യടനത്തിനു സമാന്തരമായി പാർട്ടിയുടെ സ്ക്വാഡ് പ്രവർത്തനവും പുരോഗമിക്കുകയാണ്. മണ്ഡലത്തിൽ അവശേഷിക്കുന്ന ഭാഗത്തുള്ളവരെ കൂടി കണ്ട് വോട്ടുറപ്പാക്കി പ്രചാരണം അന്തിമഘട്ടത്തിലേക്ക്. ഒരു ജനമുന്നേറ്റമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കാണുന്നത്. അത് 10-ാം തീയതിയിലെ തെരഞ്ഞെടുപ്പിലും വോട്ടെടുപ്പിലും പ്രതിഫലിക്കും. BJP-ക്ക് കൂടി അഭിമാന പോരാട്ടമാണ്. പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം സ്ഥാനാർത്ഥിയായി വന്നത് പ്രവർത്തകർക്ക് ഉന്മേഷം പകരുന്നുണ്ട്. ഇത് ഉപയോഗപ്പെടുത്തി പരമാവധി വോട്ട് നേടാനുള്ള നീക്കമാണ് BJP നടത്തുന്നത്. മോദിജിയുടെ പ്രസ്ഥാനത്തിന്റെ ഒരു പ്രതിനിധി ജയിച്ച് അധികാരത്തിൽ പോകണം എന്ന് പാലക്കാട്ടുകാർ സ്വീകരിച്ചിരിക്കുന്നു ആ സ്ഥാനാർത്ഥിയെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ള ഒരു റിസൾട്ട്. കൈവിട്ടുപോയ മണ്ഡലം തിരികെ പിടിക്കാൻ UDF-ഉം സീറ്റ് നിലനിർത്താൻ LDF-ഉം സജീവമായി രംഗത്ത് വരുമ്പോൾ പാലക്കാട്ട് ഇക്കുറി ദൃശ്യമാകുന്നത് ഒരു ഉശിരൻ പോരാട്ടം തന്നെയാണ്. ക്യാമറമാൻ അഭിലാഷ് ഒങ്കലൂരിനൊപ്പം CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പാലക്കാട്.